ചേട്ടൻ്റെ ക്രോധം പലപ്പോഴും ഞങ്ങൾ കാണുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ സമൂഹത്തിൽ നടന്നുകൂടാത്ത പല കാര്യങ്ങളും നടക്കുകയും പലരും കണ്ണടക്കിയാൽ എങ്ങനെങ്കിലും ഇതൊക്കെ പൊക്കോട്ടെ എന്നുള്ളൊരു എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു മനോഭാവം നമുക്കുണ്ട്. പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല, അതിനോട് കലഹിക്കാനുള്ളൊരു മനസ്സ് ഉണ്ട്. കലഹിക്കാനല്ല, അതാണ് വ്യത്യാസം. വൈകാരികമായിട്ട് അത് പതിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് അങ്ങനെ ഒരു മുഖം വ്യക്തമാക്കേണ്ടി വരും. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആറന്മുള വിമാനത്താവളത്തെ സംബന്ധിച്ച് അധമമാണ്. അത് ഈ ജലസ്രോതസ്സുകൾ അടയ്ക്കേണ്ടതില്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ മുഖം മാറിയില്ല, എൻ്റെ ശബ്ദം മാറി. അത് സത്യസന്ധമായി വരുന്നതാണ്. അതിൻ്റെ ദോഷം എന്താണെന്ന് എർത്ത് സയൻസ് പഠിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. എത്ര പേര് റിപ്പോർട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ ഭരണകൂടത്തിൻ്റെ ആൾക്കാരത്. അപ്പോൾ അതിന് വേറൊരു സ്ഥലമുണ്ടോ അവിടെ? ഇനി കേരളം എന്ന് പറയുന്ന ഒരു 640 കിലോമീറ്റർ മാത്രം നീളത്തിൽ കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾക്കപ്പുറം പിന്നീട് ഒരു എയർപോർട്ടിന് നമ്മുടെ എക്കണോമിക്സിനെ എത്രമാത്രം നശിപ്പിക്കാൻ സാധിക്കും? ഈ 4 എയർപോർട്ടുകളുടെ അവസ്ഥ എന്താവും? ഈ ഒരു ഡിസ്പേഴ്സൽ വേണ്ടേ? ഈ 4 എയർപോർട്ടുകൾക്കായിട്ട് സാമ്പത്തിക സാധ്യത മുഴുവൻ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണ്ടേ? ഓരോരുത്തരുടെയും വീടിന് മുമ്പിൽ എയർപോർട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താവും ബാക്കി എയർപോർട്ടുകളുടെ അവസ്ഥ? ആവാം. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ റോഡെന്ന് പറയുന്നത് നമ്മുടെ ആത്യന്തികമായ അവകാശമാണ്. വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ പിടിക്കണമെങ്കിൽ ആ ഓട്ടോ പിടിച്ച് അല്ലെങ്കിൽ ടാക്സി പിടിച്ച് ഒരു എയർപോർട്ടിൽ എത്തണമെങ്കിൽ ആ റോഡിനെക്കുറിച്ച് ഈ പറയുന്ന ബഹിരാഷ്ട്ര കുത്തകകൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇതെല്ലാം നമ്മുടെ മറുചോദ്യമാണ്. ആദ്യം നിങ്ങൾ റോഡ് ശരിയാക്കുക. 10 വർഷം പൊളിയാതെ കിടക്കുന്ന റോഡ് ഞങ്ങൾക്ക് 15 വർഷത്തേക്കുള്ള ഒരു വണ്ടിയുടെ വില അതിന് അനുപാതമെന്ന് നിശ്ചയിച്ച് 10%, 15%, 20% ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഈ പണമൊക്കെ എവിടെയാണ് കൊണ്ടുപോകുന്നത്? ഇതൊക്കെ മറുചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പറ്റും, നിങ്ങളൊക്കെ ഈ പണം എവിടെയാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ വെറും നികൃഷ്ടമായ ഒരു ജീവിയായി പോകും ജനത. ഇതിന് മറ്റൊരു വിഷയമല്ല, പലപ്പോഴും ആരെയും ഇതായിട്ടല്ല, പക്ഷേ നടന്മാരും കലാരംഗത്തേക്ക് ഇതൊരു ആരെയും ഒഫൻഡ് ചെയ്യേണ്ടാന്നൊരു പോളിസിയാണ് പലപ്പോഴും എടുക്കുന്നത്. നമുക്ക് എല്ലാവരെയും. പക്ഷേ ചേട്ടൻ ഇത് പോകുമ്പോൾ ഒരുപാട് ശത്രുക്കൾ, ഒരുപാട് എതിരാളികൾ, കോലം കത്തിക്കൽ, എതിർപ്പ്, അതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അങ്ങയുടെ കുടുംബമാകട്ടെ അന്നേരം വിഷമാണ്. പക്ഷെ പിന്നീട് നമുക്ക് ശക്തി ആർജിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ചെയ്തെങ്കിൽ യു ആർ ടേണിങ് ഇൻ ടു എ കൗണ്ടബിൾ പേഴ്സൺ. നമുക്കവർ യുവർ വേർഡ്സ് ആർ വാല്യുബിൾ, യുവർ തോട്ട്സ് ആർ ഇമെൻസ്ലി വാല്യുബിൾ എന്ന് പറയുന്ന ഒരു പദവി അവർ തരികയാണെന്നുള്ള ഒരു ചിഹ്നവിളിയാണ് അതൊക്കെ. അത് നമ്മൾ പതുക്കെ മനസ്സിലാക്കുക. അന്നേരം നമുക്ക് വിഷമമാണ്, നമ്മുടെ ഹൃദയം തകരും. പക്ഷെ ഇതോടുകൂടി നമ്മളെപ്പോൾ ഇതിൽ നിന്നെല്ലാം ശക്തി ആർജിച്ച് ആർജവം ഉൾക്കൊണ്ട് ഇമേജ് ചെയ്യുന്നുവോ അവിടെയാണ് നമ്മൾ ഉത്തരവാദിത്വമുള്ള ഒരു പൗരനാവുന്നത്. ഞാൻ പറയുന്നത് വോട്ട് നൽകിയോ അവന്മാർ 5 വർഷം എന്ത് വേണേൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്ന ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. അല്ലാതെ ഈ അഴിമതിയും കൊണ്ട് നടക്കുന്ന ഭരണകർത്താക്കളല്ല. വഴിയിൽ പിടിച്ചു നിർത്തേണ്ടത് കോൺഗ്രസ്സാണ് ഭരിക്കുന്നതെങ്കിൽ മാർക്സിസ്റ്റുകാരനല്ല, ജനതയാണ് കുത്തിന് പിടിച്ച് നിർത്തേണ്ടത്. ആ ജനത എവിടെ പോകുന്നു? ഇത് ഭയങ്കര വൈകാരികമായിട്ട് ഭയങ്കര ക്രോധം ജനതയോട് തോന്നുന്ന ഒരു വിഷയമാണ്. ഒരു വ്യക്തിപരമായ ചോദ്യം കൂടെ. പലപ്പോഴും ചേട്ടൻ ഒരുപാട്, അതായത് വളരെ ഞങ്ങളൊക്കെ മീഡിയ നിൽക്കുന്നവരാണ്, കാര്യഗൗരവത്തോടെ സൂക്ഷ്മമായ തലങ്ങളിൽ പറയും. ബ്രോഡായ ജനറലൈസേഷൻ അല്ല, വുമൺ എംപവർമെൻറ്റ് വേണമെന്നൊന്നുമല്ല, ബ്രോഡ് സ്പെസിഫിക് പോയിന്റ്സ് ആണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ്റെ ഒരു ഇൻഫർമേഷൻ സോഴ്സ് എങ്ങനെയാണ്? ഇത്രയും തിരക്കുള്ള ജീവിതത്തിൽ ഇത്രയും പരിപാടി, ഇത്രയും സിനിമ, യാത്രകൾ, വിദേശത്ത്, എന്താണ് ചേട്ടൻ്റെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ? വ്യക്തിപരമായ യാത്രയിൽ വായിക്കുന്നത്. ഈ യാത്രയിൽ ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ എനിക്ക് തോന്നുകയാണ് ഒന്ന് പോയി പരിചയപ്പെടാമെന്ന്. ഞാൻ പരിചയപ്പെടും. അങ്ങനെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളവരെല്ലാം ഒരുപാട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ബയസില്ല. കാരണം അങ്ങനെ പരിചയപ്പെട്ടവരിൽ കനേഡിയൻസ് ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്, യൂറോപ്പിൻ്റെ വിവിധ സ്വഭാവങ്ങളുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള. യൂറോപ്പ് എന്ന് പറയുന്നത് ഈസ് എ കോൺഗ്ലമറേഷൻ ഓഫ് ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ഇങ്ങനെ വിവിധ മനസ്സുകളുമായിട്ടുള്ള സംവാദം, കിട്ടുന്നതെല്ലാം വായിക്കും. കിട്ടുന്നതെല്ലാം വായിച്ച് ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയാൽ അതപ്പോൾ ഇവിടെ പതിഞ്ഞു പോകും. ഇതിനെല്ലാം മേലെ ഞാൻ ഈ വിചാരിക്കുന്നത് ആ ഗുരുത്വം.
എന്ത് ചെയ്താലും പുതുതായിട്ട് എന്ത് തുടങ്ങുമ്പോഴും, അന്ന് അമ്മ ജീവനോടുണ്ടായിരുന്നു, എൻ്റെ ഗുരു എനിക്ക് തോതി തരുമ്പോൾ. അപ്പോൾ എൻ്റെ മുന്നിൽ അമ്മ ഇല്ലെങ്കിലും ഞാൻ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എൻ്റെ അമ്മയെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അമ്മയുടെ കാലിലെ നഖത്തിൻ്റെ നിറമൊക്കെ എനിക്കറിയാം. ആ കാലിൽ തൊട്ട് തൊഴുത് ആവാഹനമാണ് ശരിക്കും. ആ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആ അമ്മയ്ക്കൊരു കോന്തപ്പല്ലുണ്ട് ഫ്രണ്ടിൽ, അത് കവളത്ത് മുട്ടും, തുപ്പൽ കുറച്ച് പറ്റും. ഈ നനവെല്ലാം ആവാഹിച്ചെടുത്ത് ഭയങ്കര കോൺസെൻട്രേഷൻ വേണം. അപ്പോൾ അമ്മേ, അച്ഛന്, മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ, അമ്മാവന്മാർ, അപ്പച്ചിമാർ, കുഞ്ഞമ്മമാർ, എല്ലാവരെയും നമ്മളിങ്ങനെ ഓടിച്ച് മനസ്സിൽ എല്ലാവരെയും വണങ്ങും. ഗുരുക്കന്മാർ, ഇത്രയും ചെയ്താൽ അതിനുശേഷം ക്രിസ്തുവിനെ, അള്ളാഹുവിനെ, അല്ലെങ്കിൽ കൃഷ്ണനെ, ആരെ വേണമെങ്കിൽ നിങ്ങൾ നമിച്ച് എന്തും ചെയ്ത് തുടങ്ങി നോക്കൂ, നല്ലതേ വരും. ചേട്ടനായിരിക്കും ഒരുപക്ഷെ ചില ശ്രദ്ധിച്ച് കാണാം, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു 35 വയസ്സിൽ താഴെയുള്ളവരുടെ സ്ഫിയറിൽ ഏറ്റവും അനുകൂലമായിട്ടും എതിർത്തും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ, ബാക്കി എല്ലാവരും കലയിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊരു സമയം കിട്ടാറുണ്ട്. സിനിമയോടൊപ്പം തന്നെ അങ്ങയുടെ പായിലെ പെർഫോമൻസ് ഒരുപാട് പറഞ്ഞു, അതോടൊപ്പം അങ്ങ് വെക്കുന്ന സാമൂഹിക നിലപാടുകൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. ഞാൻ അതിനകത്ത് ചർച്ച വേണം, പക്ഷെ അതിന് മാന്യത വേണം, ഭാഷയിൽ മാന്യത വേണം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കുന്നത് ഭാഷയിൽ മാന്യതയില്ലാത്ത ഒരു കൂട്ടത്തിൻ്റെ സർവേയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാരൊക്കെയാണ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് അവരുടെ ലേബൽ, അത് ഞാൻ നിശ്ചയിക്കുക. വിമർശിക്കുന്നവരിൽ മാന്യത കാണുമ്പോൾ എനിക്ക് ആരാധന തോന്നുന്നുണ്ട്. അവർ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വേറൊരു ബ്ലോക്കായിരിക്കും, പക്ഷെ അവരിൽ മാന്യതയുണ്ടെങ്കിൽ അവരാണ് ഈ നാടിന് വളരെ ഡെവലപ്മെൻ്റലായിട്ട് പ്രോഗ്രസീവായിട്ട് വിമർശനത്തിലൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്ക്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ വളരെ മ്ലേച്ഛമായി ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ മ്ലേച്ഛമായി ഒരു ടാർഗറ്റഡ് എഫേർട്ടാണെങ്കിൽ ഇറ്റ് അക്കൗണ്ട്സ് ടു ഓൺലി ടെററിസ്റ്റ് മെൻറ്റാലിറ്റി. ചേട്ടൻ്റെ ആ വിഷു മെസ്സേജിന് മുമ്പ് നിങ്ങളോടൊരു വിഷയം കൂടെ, വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഇതുപോലെ ശ്രീത്രയുടെ ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ വിളിക്കുകയും അവിടുത്തെ കുട്ടികളോട് വന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ പറയുകയുണ്ടായി. ആ രീതിയിൽ ഞങ്ങൾക്ക് ഇന്നും അതിന് നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. ചേട്ടൻ അപ്പോൾ ഈ വിഷു, നമ്മൾ വിഷു തൈനീട്ടമുണ്ട്, വിഷു കൈനീട്ടമുണ്ട്, വിഷുവിൻ്റെ ഒരു സന്ദേശം, ഒരു മെസ്സേജും കൂടെ കൊടുത്താൽ. ഞാൻ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഈ തൈനീട്ടം, വിഷു തൈനീട്ടം എന്ന് പറയുന്ന പദ്ധതി 98-99 കാലത്ത് സഖാവ് നായനാരുമായിട്ട് സംസാരിച്ച ഒരു പദ്ധതിയാണത്. അതിൽ അന്ന് ആഗ്രഹിച്ചത്, എനിക്ക് തോന്നുന്നൊരു വളരെ വിപുലമായിട്ടുള്ള ഒരു വിശദീകരണം ഇതിലായിരിക്കും ഇപ്പോൾ വരുന്നത്. പാലോട്, നെടുമങ്ങാട് ഏതാണോ ഒരു എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ്, ഇപ്പോൾ ഉള്ള ഒരു വനപ്രദേശം, അതിന് ഒരു മതിലാക്കി എടുത്തുകൊണ്ട് ഒരു ഫെൻസിങ് സൃഷ്ടിച്ച് കുട്ടികൾക്ക് പെരുമാറാൻ കഴിയുന്ന ചെറു ജന്തുക്കളും പക്ഷികളും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാത്ത എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ആട് വരെ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഇടിച്ചെന്നിരിക്കും, അതല്ല, അതിനുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം എടുത്ത് മാൻകുഞ്ഞുങ്ങളും മുയലുകളും ഒക്കെയുള്ള വളരെ സ്വതന്ത്രമായി വിഹരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരുപക്ഷെ വന്യമൃഗങ്ങളുടെ ഒരു അറ്റാക്ക് വരാത്ത തരത്തിൽ ഒരു എക്സിസ്റ്റിംഗ് ഫോറസ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ, അത് ഒരു 200 ഏക്കറിൽ സൃഷ്ടിക്കുന്നതിനകത്ത് മരം എന്ന് പറയുന്നത് മുഴുവൻ രാജ്യത്തിൻ്റെ വ്യക്തിസമ്പത്ത്, അതിൻ്റെ മുദ്രകളായിരിക്കണം. ഇപ്പോൾ സിനിമാക്കാരനായതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പേര് സത്യൻ മാഷിൻ്റെയാണ്. സത്യൻ മാഷിൻ്റെ പേരിൽ ഒരു 100 മരം, പ്രേം നസീറിൻ്റെ പേരിൽ ഒരു 100 മരം, അതായത് വന്ന് പ്രേം നസീർ എന്ന് പറഞ്ഞ് നമുക്ക് കൈവയ്ക്കാൻ സാധിക്കണം, ആ മരത്തിൽ ഒന്ന് തലോടാൻ സാധിക്കണം. ഇത് മരം വയ്ക്കുന്നതിനുള്ള കാരണമാകണോ എന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ, എന്താ തെറ്റ്? നിങ്ങളുടെ അച്ഛൻ്റെ പേരിൽ നിങ്ങൾക്ക് മരം വയ്ക്കണോ? വെച്ചോളൂ. അങ്ങനെ ഒരു കാട് മനുഷ്യനിർമ്മിതമായ ഒരു സംഭാവന എൻവയൺമെൻറ്റിന് ലഭിക്കുകയാണ്. ഇതൊരു സന്ദേശമാണെങ്കിൽ കേരളത്തിൻ്റെ എത്ര വന അതിർത്തികളിൽ കൃഷിയല്ല, മണ്ണിന് അവകാശമുള്ള വേരിൻ്റെ ഘടന തെറ്റിക്കുന്ന കൃഷിയല്ല, ഒരുപക്ഷെ ആ വനത്തിൻ്റെ വേരിൻ്റെ ഘടനയിലേക്ക് ചേരുന്ന ഒരു പുതിയ വൃക്ഷ സ്ഥാപന സംസ്കാരം വരും. അതുകൊണ്ടും ഗുണമുണ്ടാകുന്നത് എന്തിനാണ്? എൻവയൺമെൻറ്റിനാണ്. അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് വരും തലമുറയ്ക്കാണ്.
നമുക്കറിയാം കാസർഗോഡ് നിന്നൊക്കെ 2-3 ദിവസത്തെ ഊരുചുറ്റൽ കഴിഞ്ഞ് കുട്ടികൾ ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്നാൽ ശംഖുമുഖം കടപ്പുറം പൊള്ളുന്ന വെയിലിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് കാണിക്കും. തളർന്നു പോകും കുഞ്ഞുങ്ങൾ. ഞാനൊക്കെ ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. മ്യൂസിയം കാണിക്കും, സൂ കാണിക്കും, നെയ്യാർ ഡാം കാണിക്കും. കൂട്ടത്തിൽ ഒരു ദിവസം വേണമെങ്കിൽ ഈ പറയുന്ന വനത്തിൽ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ അഴിച്ചുവിട്ടാൽ തണുപ്പ്, നല്ല ശുദ്ധവായു, അല്ലേ? മൃഗങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പറയുന്ന പുതിയൊരു സംസ്കാരം, മൃഗങ്ങളെ കൊല്ലാൻ തോന്നാതിരിക്കുക, ഇതൊക്കെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാവും. അപ്പോൾ ഇത് മനസ്സിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അമ്മ ഇത് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വനവൽക്കരണത്തിനല്ല, മനുഷ്യൻ്റെ മനസ്സിന് പച്ചയും പച്ചയുടെ തണുപ്പും പകരുന്നതിനുള്ള ഒരു വലിയ പദ്ധതിയായി വരും എൻ്റെ ഉറപ്പായ ഒരു വിശ്വാസമാണ്. അമ്മയ്ക്ക് പ്രണാമം. തീർച്ചയായും അങ്ങേപോലെ ദൈവത്തിനും മനുഷ്യനും നാടിനും കലയ്ക്കും വേണ്ടി ഇത്രയും ഓടി നടക്കുന്ന, ഊർജ്ജം ചെലവഴിക്കുന്ന, ജീവിതത്തിൻ്റെ വലിയൊരു ഭാവം മാറ്റിവെക്കുന്ന, ഞങ്ങളെല്ലാം ആദരവോടെ ആരാധനയോടെ കാണുന്ന അങ്ങേക്ക് എല്ലാവിധ അങ്ങേ കുടുംബത്തിനും നല്ലൊരു വിഷു ആശംസിക്കും. മുഴുവൻ മലയാളികൾക്കല്ല, ലോകത്തുള്ള എല്ലാ നല്ലവർക്കും വിഷുവിൻ്റെ നന്മ ചെന്ന് പതിക്കട്ടെ. ഈശ്വരൻ അധികമായി തന്നെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.